പാലക്കാട്ട് UDF മുന്നേറ്റം 708 വോട്ടിന് UDF മുന്നേറ്റം രണ്ടാം റൗണ്ടിൽ തന്നെ രണ്ടാം റൗണ്ട് പൂർത്തിയായി മൂന്നാം റൗണ്ടിലേക്ക് കടക്കും. മൂന്നാം റൗണ്ടിൽ രാഹുലിന് 708 വോട്ടിന്റെ ലീഡ് വരുന്നു. സാജിദ് അറിയിക്കുന്നുണ്ട്. നമ്മുടെ സ്ക്രീൻ പെട്ടെന്ന് മാറണം. 708 രാഹുലിന്. UDFന്റെ മുന്നേറ്റം. നഗരസഭയിലെ വോട്ടുകൾ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ പാലക്കാട് ഇതാ UDFന്റെ മുന്നേറ്റത്തിന്റെ കാഴ്ചയാണ് കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ 708 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്നാണ്. ചേലക്കരയിലെ ഭൂരിപക്ഷം 4136 ഉയരുകയും ചെയ്യുന്നു എന്നതാണ്. പാലക്കാട്ടേക്ക് എല്ലാ കണ്ണുകളും പാലക്കാട്ട് സാധാരണ 8ാം റൗണ്ടിൽ മാത്രം ലീഡ് നില കിട്ടാറുള്ള UDFന്റെ മൂന്നാം റൗണ്ടിൽ ലീഡ് വരുന്നു എന്നുള്ളതാണ്. ഇതാ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യമായി ഇറ്റാലിയിൽ തന്റെ 708 വോട്ടിന്റെ ലീഡുമായി മുന്നിൽ വരികയാണ്. BJP ഇതാ സ്വന്തം തട്ടകത്തിൽ പിന്നിൽ പോകുന്നതിന്റെ ദയനീയമായ കാഴ്ചയാണ് നമ്മൾ ഈ മിനിറ്റിൽ കാണുന്നത്. 708 വോട്ടിന്റെ ലീഡുമായി UDF മൂന്നാം റൗണ്ടിൽ ലീഡെടുക്കുന്നു. 8ാം റൗണ്ടിൽ മാത്രം ഭൂരിപക്ഷം പ്രതീക്ഷിച്ചാൽ മതിയെന്ന് കാത്തിരുന്ന UDF പ്രവർത്തകരിലേക്ക് ആവേശം വെതറിക്കൊണ്ട് UDFന്റെ സ്ഥാനാർത്ഥി മൂന്നാം റൗണ്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ 708 വോട്ടുമായി ലീഡ് ഉയർത്തി നിൽക്കുന്നതിന്റെ കാഴ്ചയാണ് ഈ കാണുന്നത്. വളരെ ശ്രദ്ധേയമായ അട്ടിമറി കാഴ്ചകൾ, അടിയൊഴുക്കിന്റെ കാഴ്ചകൾ, മാറി മറിയലിന്റെ കാഴ്ചകൾ നമ്മൾ കാണുന്നു. പാലക്കാട് BJP മറ്റൊരു കാര്യം BJPയും LDFും തമ്മിൽ 1200 വോട്ടിന്റെ മാത്രമാണ് വ്യത്യാസമുള്ളത്. LDF അങ്ങനെ സരിനിന്റെ സ്ഥാനാർത്ഥിത്വം ആകെ പിഴച്ചുപോയി എന്ന മട്ട് ഇപ്പോഴും കാണാൻ കഴിയില്ല. പക്ഷെ സരിനെ സംബന്ധിച്ച് വരാൻ പോകുന്ന പഞ്ചായത്തുകളിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതുകൂടി പ്രധാനമാണ്. നഗരസഭയിൽ സരിനെ കൊണ്ട് പ്രയോജനം ഉണ്ടായിട്ടുണ്ട് എന്നത് കാണുക. നഗരസഭയിൽ UDFന്റെ കൂറ്റൻ മുന്നേറ്റം. 708 വോട്ടിന് ലീഡ് മാത്രം എന്ന് പറയുമ്പോഴും ലീഡെടുക്കാനേ സാധ്യതയില്ലാതിരുന്ന ഒരു സ്ഥലത്ത് BJP വീണു പോകുന്നതിന്റെ BJPയുടെ വിജയ സാധ്യതകൾ അസ്തമിക്കുന്നതിന്റെ ക്യാമ്പിൽ ആഹ്ലാദ പ്രകടനം. മൂന്നാം റൗണ്ട് വരുമ്പോഴേക്കും ആഹ്ലാദ പ്രകടനം. അതെ, തീർച്ചയായിട്ടും അതെ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അവർ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് തന്നെ അവർക്ക് ലീഡ് കിട്ടുന്നു എന്നുള്ളതാണ്. അവരുടെ കണക്കുകൂട്ടലുകൾ ഒന്നും തെറ്റുന്നില്ല എന്നുള്ളതിന്റെ ഒരു സൂചന ആദ്യഘട്ടത്തിൽ തന്നെ. ആരെങ്കിലും ഉണ്ടോ? സാജിദ് അജ്മൽ ഉണ്ടോ? മുഹമ്മദ് അസ്ലം ഉണ്ടോ? യെസ്, ഈ മൊമെന്റ് വളരെ പ്രധാനമാണ്. ഇനി ഏത് ഭാഗത്തെ വോട്ടാണ് എണ്ണുന്നത്? കേൾക്കാം, പറയൂ. അതായത് UDFന് വലിയ മുന്നേറ്റം ഉണ്ടായി എന്ന് തന്നെ പറയേണ്ടി വരും. ഈ റൗണ്ടിൽ മാത്രം ലഭിച്ചത് 5517 വോട്ടുകളാണ്. അതായത് പാർലമെന്റിൽ VK ശ്രീകണ്ഠൻ നേടിയതിനേക്കാൾ 400 വോട്ടുകൾ ഈ റൗണ്ടിൽ മാത്രം രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയുണ്ട്. അങ്ങനെയാണ് 708 എന്ന് പറയുന്ന ഒരു ലീഡിലേക്ക് ആദ്യ റൗണ്ട്, മൂന്നാമത്തെ റൗണ്ടിൽ ആദ്യമായ റൗണ്ടിൽ UDFന് പിന്തുണ ലഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം BJPയുടെ ക്ഷീണം ഉണ്ടാവുകയും UDFന് മേൽക്കോയ്മ ഉണ്ടാവുകയും ചെയ്യുന്ന ഘട്ടത്തിലേക്ക് പോയിരിക്കുന്നു. ഇനിയുള്ള റൗണ്ടുകൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ UDFന് അനുകൂല ബൂത്തുകളിലേക്ക് പോകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ലീഡ് നില വർദ്ധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് BJPയുടെ ആധിപത്യമുള്ള ആദ്യഘട്ടം കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നാലാം റൗണ്ടിലേക്ക് പോകുമ്പോഴല്ലേ മൂത്താന്തറയും വടക്കന്തറയും പോലുള്ള BJP ശക്തി കേന്ദ്രങ്ങൾ ഉള്ളത്. അതുകൊണ്ട് ഇത് നിലനിർത്താൻ രാഹുലിന് കഴിയുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4ാം റൗണ്ടിൽ 4000 വോട്ട് മാത്രമാണ് BJP നേടിയത്. 4500 വോട്ട് UDF നേടിയിട്ട്. എന്ന് പറഞ്ഞാൽ UDFന് കൂടിയുള്ള വോട്ടുകളുള്ള മണ്ഡലങ്ങൾ 14 ബൂത്തുകളിൽ പകുതി UDFന് കൂടി പിന്തുണയുള്ള മണ്ഡലങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അവിടെ UDFന് സാധാരണഗതിയിൽ വോട്ട് കുറയാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ 708 എന്ന് പറയുന്നത് അടുത്ത റൗണ്ടിൽ UDFന് സീറ്റ് വോട്ട് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ. പക്ഷേ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് BJPക്ക് നല്ല ഭൂരിപക്ഷം നൽകിക്കൊണ്ടിരിക്കുന്ന ആദ്യ 3 റൗണ്ടുകളിൽ മൂന്നാമത്തെ റൗണ്ടിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് കടക്കാൻ കഴിഞ്ഞു. 708 എന്ന് പറയുന്ന ആദ്യ ലീഡിലേക്ക് എത്താൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് കൃത്യമായ ഫലസൂചനയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മൂന്നാം റൗണ്ട് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോക്സഭയിൽ വിജയരാഘവൻ നേടിയ 2744 400 വോട്ടുകൾ കൂടി 3800 എന്ന് പറയുന്ന വോട്ട് സരിൻ വർദ്ധിപ്പിച്ചു എന്നുള്ളത് കൂടി നമ്മളിവിടെ കാണണം. അതായത് മൂന്നാമത്തെ റോഡിൽ നഗര വോട്ടുകളിൽ LDFന്റെ സരിൻ കൂടി വോട്ട് പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം ഏറ്റവും കൂടുതൽ നഷ്ടം ഇവിടെ ഉണ്ടായിരിക്കുന്നത് BJPക്ക് ആണെന്നുള്ളതാണ് വ്യക്തം. എന്തായാലും UDF ലീഡിലേക്ക് അറിയിക്കുന്നു. അടുത്ത റൗണ്ട് നിർണായകമാണ്. അടുത്ത റൗണ്ട് കൂടി BJPക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ BJPക്ക് തിരിച്ചുവരവ് അസാധ്യമാണ്.